അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 211. അഗ്നി കാറ് നിർത്തിയതും നിറഞ്ഞ ചിരിയോടെ ജ്വാല പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി തന്നെ കാത്തു നിൽക്കുന്നവർക്കടുത്തേക്ക് നടന്നു. ചിത്തു അവളെ സൂക്ഷിച്ചു നോക്കി. ഒരു പെണ്ണിന് മനസ്സിലാകാവുന്ന ഒരു തിളക്ക കൂടുതൽ ജ്വാലയുടെ മുഖത്ത് അവർ പെട്ടെന്ന് തന്നെ കണ്ടു. അവളുടെ മുഖത്ത് എല്ലാവരും നോക്കാനുള്ളൊരു ചമ്മൽ. അഗ്നി ഒന്ന് പെട്ടെന്ന് അരികിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നുള്ളതുപോലെ പുറകിലേക്കുള്ള അവളുടെ നോട്ടം. ഇതെല്ലാം കണ്ട് ചിത്തുവിന്റെ ചുണ്ടുകൾ വിടർന്നു പോയി. എല്ലാവരും ജ്വാലയെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ചിത്തുവിനെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. എന്റെ മുത്ത് ഹാപ്പി അല്ലേടാ? വാത്സല്യത്തോടെ ചിത്തു ചോദിച്ചു. ഉവ്വമ്മേ, പക്ഷെ നിങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ, അതിന്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ജ്വാല മോഹന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കവേ ചിത്തുവിനോട് പറഞ്ഞു. പിന്നെ പിന്നെ ചുമ്മാതെ അമ്മേ, ഈ പെണ്ണ് അവിടെ നിന്ന് വരാൻ കൂട്ടാക്കാതെ നിന്ന് കരച്ചിലായിരുന്നു. ഒരുവിധ ഞാനിവളെ വിളിച്ചോണ്ട് വന്നേ. എന്നിട്ട് നീ ഇവരെ മിസ് ചെയ്തുന്നോ? അകത്തേക്ക് കയറി വന്ന അഗ്നി കുറുമ്പോടെ ജ്വാലയോട് ചോദിച്ചു. ജ്വാല അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. അങ്ങനെ നല്ല കേട്ടോ അമ്മേ, എനിക്ക് നിങ്ങളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛയമ്മയ്ക്ക് ഉള്ളിടത്തുനിന്ന് വന്നപ്പോ ഒരു സങ്കടം, അതുകൊണ്ടാ. അല്ലാതെ ദേവേട്ടൻ പറയണ പോലെ നല്ല. ജ്വാല പറഞ്ഞതും ചിത്തിര ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തഴുകി. സാരില്ല, ഇനിയും പോവാലോ, അകത്തേക്ക് കയറി രണ്ടാളും, ബാക്കിയൊക്കെ അകത്ത് കയറിയിട്ട് പറയാം. അതും പറഞ്ഞ് അഗ്നിയുടെ കയ്യിൽ പതിയൊന്ന് അടിച്ചുകൊണ്ട് ചിത്തു അകത്തേക്ക് പോയി. മോഹനും അകത്തേക്ക് പോയതും ബാഗെല്ലാം എടുത്ത് അഗ്നി ഹാളിലേക്ക് നടന്നു. എന്നാലും നിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്ക് ഉണ്ടടി ഏട്ടത്തി, നിന്റെ മാത്രല്ല ഏട്ടന്റെയും. അപ്പുവിൽ കള്ളച്ചിരി. ജ്വാല കുറുമ്പ് പിടിച്ച മുഖത്തോടെ അവനെ ഒന്ന് നോക്കി. അകത്തേക്ക് വാ, ഒരാക്കലോടെ ജ്വാലയോട് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് പിച്ചി അപ്പു അകത്തേക്ക് പോയി. ഇപ്പോൾ പൊന്നും ജ്വാലയും മാത്രമേ ഉള്ളൂ അവിടെ. ഹാപ്പി ആണോടി നീ? പൊന്നു ചോദിച്ചു. അതെ, പതിയെ ജ്വാല പറഞ്ഞു. പൊന്ന് ചുറ്റുമൊന്ന് നോക്കി പതിയെ അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു. ജ്വാല എന്തായെന്ന പോലെ അവളെ നോക്കി. അത് അന്ന് അപ്പേട്ടന്റെ തറവാട്ടിൽ നിന്ന് നീ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, നിന്റെ പേടി? പിന്നെ എടി അന്നൊന്നും നടന്നില്ല എന്നൊക്കെ, അതൊക്കെ ശരിയായോ? അതോ ഇപ്പോഴും നീ? പൊന്നു പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് ജ്വാലയെ സൂക്ഷിച്ചു നോക്കി. നിമിഷ നേരം കൊണ്ട് ജ്വാലയുടെ മുഖം ചുവക്കുന്നത് അതിശയത്തോടെ കണ്ടു പൊന്നു. ജ്വാല, അവൾ വിളിച്ചു. ഇപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടി. അത് അത് ഞാനിപ്പോ എൻ്റെ ദേവേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഒരു ഭാര്യ. അന്നത്തെ പോലെ നല്ല. ഇപ്പോ ഒക്കെ ശരിയായി. തല താഴ്ത്തി ചുവന്ന മുഖത്തോടെ ജ്വാല പറഞ്ഞു നിർത്തി. പൊന്നു അവളെ കണ്ണുവിടർത്തി നോക്കി. പക്ഷെ പരവേശം നിറഞ്ഞ മിഴികൾ കൊണ്ട് അവളെപ്പോലെ നോക്കാനുള്ള ചമ്മലോടെ അകത്തേക്ക് നിമിഷ നേരം കൊണ്ട് പാഞ്ഞവളെ കണ്ട് പൊന്നു ചിരിച്ചുപോയി. റൂമിൽ കയറി അവിടെയെല്ലാം കണ്ണോടിക്കുകയാണ് ജ്വാല. അതേ നിമിഷം തന്നെയാണ് അഗ്നിയും അങ്ങോട്ട് കയറി വന്നത്. എന്താ നോക്കുന്നേ കുഞ്ഞ? അകത്തേക്ക് കയറി ഡോർ അടച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു. ഒന്നുമില്ല ദേവേട്ടാ, എത്ര നാളായില്ലേ നമ്മളിവിടുന്ന് പോയിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ആകെ എന്തോ ഒരു മാറ്റം പോലെ. അവള് പുഞ്ചിരിയോടെ പറഞ്ഞു. അഗ്നി അവളെ ചേർത്ത് പിടിച്ച് അവളുമായി ബെഡിലേക്കിരുന്നു. ജ്വാല എന്തായെന്ന പോലെ അവനെ നോക്കി. ഇപ്പോ സങ്കടമൊക്കെ മാറിയോ? അവൻ ചോദിച്ചു. അത് പെട്ടെന്ന് അവിടുന്ന് പോന്നപ്പോ അല്ലാതെ ഒന്നുമില്ല ദേവേട്ടാ. അവളും നേർമയിലൊന്ന് ചിരിച്ചു. ആണോ? എന്നാലേ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് താഴേക്ക് ചെല്ല്. പൊന്നൂനോടും അമ്മയോടും അപ്പൂനോടൊക്കെ സംസാരിച്ചാ ഒന്നുകൂടി ഓക്കെ ആയിക്കോളും നീ. അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നൊരു ടീഷർട്ടും ഒരു പളാസോയും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് നടന്നു. അതെ, എങ്ങോട്ടാ? പെട്ടെന്ന് ഗൗരവത്തോടെ അഗ്നി പുറകീന്ന് വിളിച്ചു ചോദിച്ചു. ജ്വാല സംശയത്തോടെ അവനെ നോക്കി. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ? അത് മനസ്സിലായി. അതിനെന്തിനാ അങ്ങോട്ട് പോകുന്നേന്നാ ചോദിച്ചേ. ഇവിടെ നിന്ന് മാറ്റിയാ മതി. ഏ? അവൾ അമ്പരന്നു. എന്തൊക്കെ ഇങ്ങനെ രഹസ്യാക്കി മാറ്റാനും വേണ്ടി ഇനി എന്താ ഉള്ളേ? എല്ലാം കണ്ടതല്ലേ ഞാൻ. അഗ്നി ഒരു താളത്തിൽ പറഞ്ഞു. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അയ്യേ, എന്തൊക്കെയാ ദേവേട്ടാ പറയണേ? അവള് ചിടുങ്ങി. അത് കണ്ടപ്പോ അവനും ചിരി വന്നു പോയി. നീ മാറ്റൊന്നും ഇല്ലയോ? എന്തായാലും ബാത്റൂമിലേക്കോ ഡ്രസ്സിംഗ് റൂമിലേക്കോ പോവാൻ പറ്റില്ല. അഗ്നി വാശി പോലെ പറഞ്ഞു. ജ്വാല അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. എവിടെ, ചെക്കനൊരു കൂസലുമില്ല. എന്നാ ദേവേട്ടൻ കണ്ണടയ്ക്ക്. അതും നടക്കില്ല. അവൻ ചുണ്ടുകൊട്ടി. പിന്നെ അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ജ്വാല ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ആ സമയമൊന്നും അവൾ അവനെ മുഖമുയർത്തി നോക്കിയിരുന്നില്ല. പക്ഷേ ബെഡിലിരുന്നവന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായതും ജ്വാല മുഖമുയർത്തി അഗ്നിയെ നോക്കി. അടുത്ത നിമിഷം അവളോട് ബാത്റൂമിലേക്ക് കയറിയിരുന്നു. ഡീ, ഡോർ തുറക്ക്, അഗ്നി പറഞ്ഞു. നടക്കൂല മോനെ, സാറ് ഡ്രസ്സ് മാറ്റി പോയാട്ടെ, അങ്ങനെ ഇപ്പൊ കൊഞ്ചിക്കൊണ്ട് വരണ്ട. കുറുമ്പോടെ അവൾ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ കിട്ടൂട്ടോ നിന്നെ. അഗ്നി കയറിവെച്ചു. ആ, ആയിക്കോട്ടെ. അതും പറഞ്ഞ് ജ്വാല വാപൊത്തി ചിരിച്ചു. അഗ്നി ദേഷ്യത്തോടെ അവന്റെ ഡ്രസ്സ് മാറ്റി പിറുപിറുത്തുകൊണ്ട് താഴേക്ക് നടന്നു. ഓ, ഇന്നെന്താ നേരത്തെ ആണല്ലോ.
അകത്തേക്ക് കയറി വരുന്ന അരുന്ധതിയോട് സൗബി പുച്ഛത്തോടെ ചോദിച്ചു. അരുന്ധതി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുതെന്ന്. മാറടി അങ്ങോട്ട്. അതും പറഞ്ഞ് അവർ സൗബിയുടെ തോളിൽ പിടിച്ചു തള്ളി. സൗബി അവരെ വെറുപ്പോടെ നോക്കി. പെട്ടെന്ന് അവർ ഒന്ന് നിന്ന് സൗബിയെ തിരിഞ്ഞു നോക്കി. ചോറും കറിയൊക്കെ ആയില്ലേ? അരുന്ധതി വിളിച്ചു ചോദിച്ചു. എനിക്ക് നിങ്ങളിവിടെ തന്നേക്കുന്ന അടിമപ്പണി അതല്ലേ? കോളേജ് തുറന്ന് കോളേജിൽ പോലും പോവണ്ടെന്ന് ഓർഡർ ഇട്ട് നിങ്ങളുടെ മൂത്ത മോളെ അടുക്കളയിൽ നോക്കിക്കോണമെന്നല്ലേ പറഞ്ഞേക്കുന്നേ? ദേഷ്യത്തോടെ പറഞ്ഞു വന്നതാണെങ്കിലും അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞുപോയി. അരുന്ധതി അവളെ പുച്ഛത്തോടെ നോക്കി. ആരും നിന്നെ നിർബന്ധിച്ചില്ലല്ലോ. ഇതിലും എളുപ്പമുള്ളൊരു ജോലി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിനക്ക് പറ്റില്ല. അരുന്ധതി ചുണ്ടുകൊട്ടി. സൗബി അവരെ തീപാർന്ന കണ്ണോടെ നോക്കി. നിങ്ങളും നിങ്ങളുടെ മോളും നശിച്ചു. ഇനി എന്നെ കൂടി അതിലേക്ക് വലിച്ചിടണല്ലേ? നടക്കില്ല അത്. നിങ്ങളെപ്പോലെ ജീവിക്കാൻ സൗപർണിക്ക് കിട്ടില്ല. നാണം കെട്ട സ്ത്രീ. അവസാനം പറഞ്ഞത് ചുണ്ടുകൾക്കിടയിൽ അമർഷത്തോടെ നിർത്തി സൗബി. പക്ഷേ അരുന്ധതി അത് വ്യക്തമായി കേട്ടിരുന്നു. അതേടി, എനിക്ക് നാണല്ല. അങ്ങനെ നാണല്ലാതെ ഞാൻ നടക്കുന്നതുകൊണ്ടാ ഇവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന നീയെല്ലാം. ആ മാധവേട്ടന്റെ കാരുണ്യം, നിന്നെ അയാൾക്ക് നോട്ടുണ്ട്. രക്ഷപ്പെട്ടേനെ നമ്മള്. പക്ഷെ അവളൊരു ശീലാവധി വന്നേക്കുന്നു. ഈ കഴിവ് നീ ആ കൗസ്തുഭത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ആ ആരവിപ്പോ നിന്റെ കയ്യിലായനെ. അപ്പോ അവൾക്ക് അതിനുള്ള സാമർഥ്യമില്ല. എന്നിട്ട് അവൾ ചെലക്കുന്നു. അരുന്ധതി ദേഷ്യത്തോടെ മുരണ്ടു. സൗബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പുവിനോട് അവൾക്കിപ്പോ മറ്റൊരു രീതിയിലുള്ള ഇഷ്ടവും ഇല്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വന്ന് രക്ഷിച്ചിരുന്നെങ്കിലെന്ന് അവളിപ്പോ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത്രമേൽ മടുത്തു പോയിരുന്നു അവൾക്ക് അവിടെയുള്ള ജീവിതം. സുരഭി ഇപ്പോ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. പതിയെ പിടിച്ചു പിടിച്ച് നടക്കും. അവളെ നോക്കേണ്ടതും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടതും ഇപ്പോൾ സൗബിയുടെ ഡ്യൂട്ടിയാണ്. പറ്റില്ലാന്ന് ആദ്യമൊരു തവണ എതിർത്ത് നോക്കി അവൾ. പക്ഷേ അന്ന് സ്വന്തം അമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ആകെ തകർത്ത് കളഞ്ഞു. പറ്റില്ലെങ്കിൽ അവരുടെ കൂടെ ചെല്ലാൻ. അതെന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വിങ്ങിപ്പോയി അവൾ. പിന്നീടൊന്നും പറയാതെ അവിടെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞുപോയി സൗബി. അരുന്ധതി അകത്തേക്ക് കയറിപ്പോയതും സൗബി നേരെ അടുക്കളയിലേക്ക് നടന്നു. ഉടുത്തിരുന്ന വിലപിടിപ്പുള്ള സാരി അഴിച്ചു മാറ്റി സാധാരണ ഒരു സാരി എടുത്തു ചുറ്റി അരുന്ധതി. തലയിലെ മുല്ലപ്പൂ അഴിച്ചു മാറ്റി മുടി ഒന്നാകെ എടുത്ത് ഉച്ചിയിൽ കെട്ടിവെച്ചു. എല്ലാം കണ്ടുകൊണ്ട് രാജൻ ജനലോരം നിൽക്കുന്നുണ്ടായിരുന്നു. അരുന്ധതി പക്ഷേ അയാളെ മൈൻഡ് ചെയ്യുന്നതേയില്ല. ഒരു പുച്ഛം മാത്രമാണ് ഇരുവർക്കും ഇപ്പോൾ പരസ്പരമുള്ളത്. രാജൻ ഇപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല. ഇടയ്ക്ക് ഒരു ചെറിയ ഫാൻസിയിൽ ജോലി കിട്ടിയിരുന്നു. അവിടെ കച്ചവടം കുറവായതുകൊണ്ട് ആ ജോലി നീണ്ടുപോയില്ല. പിന്നെ കൂലിപ്പണിയായി ബംഗാളികളുടെ കൂടെ കൂടി. ദേഹം അനങ്ങി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അതാകെ 2 ദിവസമേ പോയുള്ളൂ. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിഷമത്തോടെ ഇരിക്കുമ്പോഴായിരുന്നു അരുന്ധതി അയാൾക്ക് മുന്നിൽ വെച്ച് തന്നെ മാധവനെ വിളിച്ച് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. രാജൻ എതിർത്തില്ല. എതിർത്താലും അരുന്ധതി പോവുമെന്ന് അയാൾക്കറിയാം. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമല്ലോ എന്ന ചിന്തയിൽ അയാളെല്ലാം കണ്ണടച്ചു. ഇപ്പോൾ ഇങ്ങനെയാണ് രാജന്റെ അരുന്ധതിയുടെയും സുരഭിയുടെയും സൗബിയുടെയും ജീവിതം. അംബികയും കേശവനും കൂടി നേരെ കേശവന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ അരുന്ധതി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും കുറവാണ്. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റൂമിൽ നിന്ന് പോകും മുന്നേ അരുന്ധതി രാജനെ ഒന്ന് നോക്കി. അത് പ്രതീക്ഷിച്ചതുപോലെ അയാൾ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. ചുണ്ടിലെ പുച്ഛത്തോടെ തന്നെ അരുന്ധതി 500ന്റെ 4 നോട്ടുകൾ എടുത്ത് രാജന് നേരെ നീട്ടി. അയാള് പെട്ടെന്നത് വാങ്ങി. അരുന്ധതി ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. രാജൻ കയ്യിലെ പണം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജനൽ കമ്പിയിലേക്ക് ആ കൈകൾ മുറുകെ ചേർത്തു. അരുന്ധതി ഇഷ്ടമായിരുന്നു അവളോട്. പക്ഷേ പ്രണയം ഇതുവരെ തോന്നിയിട്ടില്ല. അവൾക്ക് തന്നോടല്ലാതെ മറ്റൊരാളോട് അതിരുവിട്ട ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയി. പക്ഷേ എന്നിരുന്നാലും താനും അങ്ങനെയല്ലെന്ന് അവൾ ചോദിച്ചപ്പോൾ മറുപടിയില്ലായിരുന്നു. അയാളിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. ഇപ്പോൾ ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി. അയാൾ കണ്ണുകൾ ഒന്നടച്ചു. പെട്ടെന്ന് തന്നെ വെട്ടി തുറന്നു. ഇല്ല, തനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. നേരാവണ്ണം ഉറങ്ങിയിട്ട് നാളുകൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. കൺചിമ്മിയ കണ്ണിന് മുന്നിൽ സീതയാ. നിന്റെ അന്ത്യം അടുത്തു രാജാ, പകയോട് അവൾ പറയുന്നു. അതിനോടൊപ്പം വന്യമായി തന്നെ നോക്കുന്ന അഗ്നിയുടെ കണ്ണുകൾ. രാജന്റെ ശരീരം വിയർപ്പിൽ മുങ്ങിപ്പോയി. തുടരും.